ഹായ് ഓൾ. ഓണം എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാവരും ഓണം മൂഡായി കാണും അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറഞ്ഞ് ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ മാത്രം പെട്ടെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് 3 times എ നമ്പർ ആഡഡ് ടു 5 times അനദർ നമ്പർ ഗീവ്സ് 18? എന്താണ്? 3x + 5y = 18. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ലൈസ് ബിറ്റ്വീൻ √2 ആൻഡ് √3? √2ൻ്റെ വാല്യൂ നമുക്കറിയാം 1.41 ആണ്. √3യുടെ വാല്യൂ 1.73 ആണ്. ഈ 4 ഓപ്ഷൻസിനെ ഡെസിമൽ ഫോമിലാക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? 1.25, 1.5, 1.75, ലാസ്റ്റ് ഓപ്ഷൻ 2. ഇതിൽ ഏത് നമ്പറാണ് √2ൻ്റെ √3യുടെ ഇടയ്ക്ക്? ഏതായിരിക്കും? 1.5 ആയിരിക്കത്തില്ലേ? സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഇൻ ദി ഫിഗർ 4 പാരലൽ ലൈൻസ് വിത്ത് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് എ സ്ലാൻഡഡ് ലൈൻ ആർ ഡ്രോൺ. ഇഫ് AB = 2 cm, then BC = ഡാഷ്. ഇവിടെ എ ബിയും ബി സിയും തമ്മിലുള്ള റേഷ്യോ എന്താണ്? AB to BC എന്ന് പറയുന്നത് 1:2 ആണ് അല്ലേ? AB എത്ര? 2 ആണ്. 1ന് പകരമാണ് നമുക്ക് 2 കിട്ടിയത്. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ 2 കിട്ടിയത്. അന്നേരം ഇവിടെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 4 കിട്ടും. 4 ആണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, 20 + 1/2 × 10 + 1/2 എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കുവാണ് ഇത്. 20 × 10 + ½ × 20 + 10 ലാസ്റ്റ് എന്ത് വരും? 1/2 × 1/2, അതായത് 1/4 എന്ന് ആൻസർ വരും. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ സർക്കിൾ അല്ല, സെൻറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾ ഹാസ് സെൻറ്റർ ഓൺ എനി ഓഫ് ഇറ്റ്സ് സൈഡ്? സെൻറ്റർ എന്താണെന്നറിയാമല്ലോ. സർക്കിളിൻ്റെ സെൻറ്റർ. ഏത് ട്രയാങ്കിളിൻ്റെ സെൻറ്ററാണ് അതിൻ്റെ തന്നെ സൈഡിൽ തന്നെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വശത്തിൽ തന്നെ സെൻറ്റർ വരുന്നത് ഏത് ട്രയാങ്കിളിലാണ്? റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആണ് അതിൻ്റെ സെൻറ്റർ. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ബി ആണ്.